നമസ്തേ. ഏറെ പ്രസിദ്ധമായിട്ടുള്ള വെങ്കടേശ്വര സുപ്രഭാതത്തിൻ്റെ വിവരണമാണ് ഇന്നിവിടെ ചെയ്യുന്നത്. പരമാത്മാവായ മഹാവിഷ്ണുവിനെ തിരുപ്പതിയിൽ കുടികൊള്ളുന്ന വെങ്കടേശ്വരനെ പള്ളി ഉണർത്തുന്ന രീതിയിലാണ് ഈ പ്രഭാത ഗീതം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രഭാതകൃതിയുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ ശ്ലോകം വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലാണ് കാണുവാനായിട്ട് സാധിക്കുക. മഹർഷി വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായി പോയ രാമലക്ഷ്മണന്മാർ യാത്രാക്ഷീണത്താൽ ഉറങ്ങിപ്പോവുകയും പിറ്റേന്ന് രാവിലെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുവാനായിട്ട് വിശ്വാമിത്രനാൽ ചൊല്ലപ്പെടുന്ന ഒരു ശ്ലോകശകലമായിട്ടാണ് വെങ്കടേശ്വര സുപ്രഭാതത്തിലെ ആദ്യത്തെ ശ്ലോകം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം 5-ാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിൽ ജീവിച്ചിരുന്ന പ്രതിപതി ഭയങ്കര അണ്ണൻ എന്ന പേരിലുള്ളൊരു കവിയാണ് ഈ വെങ്കടേശ്വര സുപ്രഭാതത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം രചിച്ചത്. തിരുപ്പതി ബാലാജിയുടെ ഭക്തനായിരുന്ന അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ശ്രീനിവാസ രൂപം മനസ്സിൽ ധ്യാനിച്ചാണ് ഇതെഴുതിയിട്ടുള്ളത്. പിന്നീട് ഈ കൃതി തിരുപ്പതി ദേവസ്ഥാനത്തിന് കൈമാറുകയും ഭഗവാനെ പള്ളി ഉണർത്തുവാനായിട്ട് ഉപയോഗിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ശ്രീമതി MS സുബലക്ഷ്മിയുടെ സ്വരമാധുരിയിലൂടെ നമുക്ക് ഏവർക്കും അത് കേൾക്കുവാനും സാധിച്ചു. ഇന്നും ഒട്ടുമിക്ക ദക്ഷിണേന്ത്യൻ ഗ്രാമങ്ങളും ഉണരുന്നത് ആ ആലാപനം കേട്ടുകൊണ്ടാണ്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 1-ാമത്തെ ശ്ലോകം: കൗസല്യാ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. കൗസല്യാ സുപ്രജാ രാമ, കൗസല്യയുടെ ഉത്തമ പുത്രനായവനെ രാമ, പൂർവസന്ധ്യാ പ്രവർത്തത്തെ, പൂർവദിശയിൽ കിഴക്ക് ദിശയിൽ സന്ധ്യ പ്രവർത്തിക്കുന്നു, സന്ധ്യ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ സന്ധ്യ എന്നുള്ള പദം പകലിൻ്റെയും രാത്രിയുടെയും സംഗമസ്ഥാനമായിട്ടാണ് സന്ധ്യയെ പറയുന്നത് എങ്കിലും ഇവിടെ കിഴക്ക് ദിശയിലാണ് സന്ധ്യ വരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ ഇത് ഉദയമായി കണക്കാക്കാം. ഉത്തിഷ്ഠ നരശാർദൂല, നരന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവനെ എഴുന്നേറ്റാലും കർത്തവ്യം ദൈവമാഹ്നികം, ദൈവികമായിട്ടുള്ള കർമ്മങ്ങളെ എഴുന്നേറ്റിട്ട് ചെയ്യേണ്ട ആ കർത്തവ്യങ്ങളെ നിർവഹിച്ചാലും എന്ന് പറയുന്നു. 2-ാമത്തെ ശ്ലോകം: ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഗോവിന്ദ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ അല്ലയോ ഗോവിന്ദ. ഉത്തിഷ്ഠ ഗരുഡധ്വജ, ഗരുഡൻ സ്വന്തം ധ്വജത്തിൻ്റെ ചിഹ്നമായിട്ടുള്ളവനെ അങ്ങ് എഴുന്നേറ്റാലും. ഉത്തിഷ്ഠ കമലാകാന്ത, കമലാദേവി എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ദേവിയെയാണ്. ആ ലക്ഷ്മി ദേവിയുടെ കാന്തനായിട്ടുള്ളവനെ, ഭർത്താവായിട്ടുള്ളവനെ അങ്ങ് എഴുന്നേറ്റാലും. എഴുന്നേറ്റിട്ട് ത്രൈലോക്യം മംഗളം കുരു, ഈ 3 ലോകങ്ങൾക്കും അങ്ങ് മംഗളത്തെ ചെയ്താലും എന്ന് അർത്ഥം. 3-ാമത്തെ ശ്ലോകം: ഈ ശ്ലോകത്തിൽ ലക്ഷ്മി ദേവിക്ക് സുപ്രഭാതം പാടുന്നതായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. മാത സമസ്ത ജഗതാം മധുകൈടഭാരേഹി വക്ഷോവിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീസ്വാമിനി ശ്രിതജനപ്രിയദാനശീലേ ശ്രീവെങ്കടേശദയിതേ തവ സുപ്രഭാതം. സമസ്ത ജഗതാം മാതഃ, ഈ ലോകങ്ങളുടെ എല്ലാം അമ്മയായിട്ടുള്ളവളെ, മധുകൈടഭാരേഹി വക്ഷോവിഹാരിണി, മധുകൈടഭന്മാരുടെ അരിയായിട്ടുള്ള ശത്രുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്ഥലത്ത് വിഹരിക്കുന്നവളെ, മനോഹര ദിവ്യമൂർത്തി, ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടിയവളെ, ശ്രീസ്വാമിനി ശ്രുതജനപ്രിയ ദാനശീലെ, ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ളവളെ, ശ്രുതജനപ്രിയ ദാനശീലെ, ആശ്രിതരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ശീലത്തോടു കൂടിയവളെ, ശ്രീവെങ്കടേശദയിതേ തവ സുപ്രഭാതം. ശ്രീവെങ്കടേശൻ്റെ ഭാര്യയായിട്ടുള്ള പത്നിയായിട്ടുള്ള അമ്മേ, തവ സുപ്രഭാതം, അവിടത്തേക്ക് സുപ്രഭാതം. 4-ാമത്തെ ശ്ലോകം: തവ സുപ്രഭാതമരവിന്ദലോചനേ ഭവതു പ്രസന്നമുഖചന്ദ്രമണ്ഡലേ
വിധിശങ്കരേന്ദ്രവനിതാഭിരർച്ചിതേ വൃഷശൈലനാഥദയിതേ ദയാനിധേ. തവ സുപ്രഭാതം അരവിന്ദലോചനെ, അല്ലയോ അരവിന്ദലോചനെ, താമരയുടേതുപോലെയുള്ള കണ്ണുകളോട് കൂടിയവളെ, പ്രസന്നമുഖ ചന്ദ്രമണ്ഡലേ, ചന്ദ്രമണ്ഡലം പോലെ ശോഭയാർന്ന പ്രസന്നമായ മുഖത്തോടു കൂടിയവളെ, വിധി ശങ്കരേന്ദ്ര വനിതാഭിരർച്ചിതേ. വിധി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിധാതാവായിട്ടുള്ള ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവ്, പിന്നെ ശങ്കരൻ, അതേപോലെ ഇന്ദ്രൻ തുടങ്ങിയവരുടെ വനിതാഭി, അവരുടെ പത്നിമാരായി, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സരസ്വതി ദേവി, പാർവതീദേവി, ശചീദേവി തുടങ്ങിയവരാൽ അർച്ചിക്കപ്പെടുന്നവളെ, വൃഷശൈലനാഥ ദയിതേ ദയാനിധേ. വൃഷശൈലം തിരുപ്പതിയിലുള്ള 7 മലകളിലൊന്നാണ് വൃഷശൈലം എന്ന് പറയുന്നത്. അതിൻ്റെ നാഥനായിട്ടുള്ള വെങ്കടാചലപതിയുടെ ദയിതേ, പത്നിയായിട്ടുള്ളവളെ, ദയാനിധേ, ദയയുടെ കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളവളെ, തവ സുപ്രഭാതം ഭവതോ, അവിടത്തേക്ക് സുപ്രഭാതം. 5-ാമത്തെ ശ്ലോകം. അത്ര്യാദിസപ്തഋഷയ സമുപാസ്യ സന്ധ്യാം ആകാശസിന്ധു കമലാനി മനോഹരാണി ആദായ പാദയുഗമർച്ചയിതും പ്രപന്നാഃ ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. അത്ര്യാദി സപ്തഋഷയ സമുപാസ്യ സന്ധ്യാം, സന്ധ്യയെ, പ്രഭാതസന്ധ്യയെ ഉപാസിച്ച ശേഷം അത്ര്യാദിമുനികൾ, കശ്യപൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ, അത്രി തുടങ്ങിയ ഈ സപ്തഋഷി മണ്ഡലം ഇതാ ഇവിടെ സന്ധ്യയെ ഉപാസിച്ച ശേഷം ഇവിടെ വന്നിരിക്കുന്നു. ആകാശസിന്ധു കമലാനി മനോഹരാണി ആദായ, അതും വെറും കൈയോടെയല്ല വന്നിരിക്കുന്നത്. ആകാശസിന്ധുവാകുന്ന ആകാശഗംഗയിൽ, ഇവിടെ തിരുപ്പതിയിൽ തൊട്ടടുത്തായിട്ടുള്ളൊരു തീർത്ഥമാണ് ആകാശഗംഗ എന്ന് പറയുന്നത്. ആ തീർത്ഥത്തിലെ മനോഹരങ്ങളായിട്ടുള്ള താമരപ്പൂക്കളും കയ്യിലേന്തിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്തിനാണ്? പാദയുഗമർച്ചയിത്തും പ്രപന്നാഹ, അവർ ഇവിടെ പ്രപന്നരായി, അല്ലെങ്കിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അങ്ങയുടെ പാദയുഗങ്ങളെ അർച്ചിക്കുവാനായിട്ടാണ്. ശേഷാദ്രി ശേഖര വിഭോ തവ സുപ്രഭാതം, അല്ലയോ ശേഷാദ്രി ഗിരിയുടെ നാഥനായിട്ടുള്ള പ്രഭോ, അവിടത്തേക്ക് സുപ്രഭാതം. അടുത്ത ശ്ലോകം. പഞ്ചാനനാബ്ജ ഭവഷൺമുഖ വാസവാദ്യാഃ ത്രൈവിക്രമാദിചരിതം വിബുധാഃ സ്തുവന്തി ഭാഷാപതി പഠതി വാസരശുദ്ധിമാരാത് ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. പഞ്ചാനനാബ്ജ ഭവഷൺമുഖ വാസവാദ്യാഃ, പഞ്ചാനനായിട്ടുള്ള 5 ശിരസോട് കൂടിയിട്ടുള്ള രുദ്രൻ, അബ്ജഭവനായിട്ടുള്ള താമരയിൽ നിന്നും ഭവിച്ച, അല്ലെങ്കിൽ താമരയിൽ നിന്ന് ഉദ്ഭവിച്ചവനായിട്ടുള്ള ബ്രഹ്മാവ്, ഷൺമുഖൻ, അതേപോലെ വാസവൻ, അതായത് ഇന്ദ്രൻ, ആദ്യാഹ തുടങ്ങിയവര് ത്രൈവിക്രമാദിചരിതം വിബുധാഹ സ്തുവന്തി, ഇന്നിവര്, ഈ പണ്ഡിതന്മാരായിട്ടുള്ള ഇവരെല്ലാവരും ത്രൈവിക്രമൻ, അല്ലെങ്കിൽ അങ്ങയുടെ വാമനൻ തുടങ്ങിയ അവതാരങ്ങളെപ്പറ്റി സ്തുതിക്കുന്നു. ഒപ്പം ഭാഷാപതി പഠതി വാസരശുദ്ധിമാരാത്, വാസരശബ്ദം ഉപയോഗിക്കുന്നത് ഒരു ഉദയം തൊട്ട് അടുത്ത ഉദയം വരെയുള്ള സമയത്തെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ശുദ്ധി, അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള വൈശിഷ്ട്യത്തെ ഇവിടെ ഭാഷാപതിയായിട്ടുള്ള ബൃഹസ്പതി ഇതാ ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ശേഷാദ്രി ശേഖര വിഭോ തവ സുപ്രഭാതം, ഇങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള ഒരു പുലരിയിലേക്ക്, അല്ലയോ പ്രഭോ, അവിടത്തേക്ക് സുപ്രഭാതം. 7-ാമത്തെ ശ്ലോകം. ഈഷത്പ്രഭില്ല സരസീരുഹ നാരികേല പൂകദ്രുമാതി സുമനോഹരപാലികാനാം ആവാതി മന്ദമലിന സഹ ദിവ്യഗന്ധൈഃ ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. ഈഷത് പ്രഫുല്ലം, അതായത് പകുതി മാത്രം വിരിഞ്ഞിട്ടുള്ള സരസീരുഹം, താമരപ്പൂവ്, നാരികേലം, പൂകദ്രുമം, അതായത് അടയ്ക്ക തുടങ്ങിയ മനോഹരങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ ദിവ്യഗന്ധൈഹി, അവയുടെ ദിവ്യഗന്ധത്താൽ, മന്ദം അനിലഹ ആവാതി, ഈ സുഗന്ധത്തോടു കൂടി മന്ദമാരുതൻ ഇതാ ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നു, അങ്ങേ തഴുകുന്നു. ശേഷാദ്രി ശേഖര വിഭോ തവ സുപ്രഭാതം, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പുലരിയിലേക്ക്, അല്ലയോ വെങ്കടാചലപതേ, അവിടത്തേക്ക് സുപ്രഭാതം. 8-ാമത്തെ ശ്ലോകം. ഉന്മീല്യ നേത്രയുഗമുത്തമ പഞ്ചരസ്ഥാഃ പാത്രാവശിഷ്ട കദളീഫല പായസാനി ഭുക്ത്വാ സലീലമധ കേളിശുഖാഃ പഠന്തി
ശേഷാദ്രിശേഖരവിഭൂ തവ സുപ്രഭാതം. ഉന്മേലിയ നേത്രയുഗം ഉത്തമ പഞ്ചരസ്ഥാഹ, ഉത്തമമായിട്ടുള്ള പഞ്ചരങ്ങളിൽ പക്ഷിക്കൂട്ടിൽ പഞ്ചരസ്ഥാഹ ഇരിക്കുന്ന വളർത്തുന്നതായിട്ടുള്ള കേളിശുഖാഹ തത്തകൾ. ഉന്മേലിയ നേത്രയുഗം, അവർ അവരുടെ 2 കണ്ണുകളും ഉറക്കത്തിൽ നിന്ന് തുറന്നിട്ട് പാത്രാവശിഷ്ട കദളീഫല പായസാനി, അവരുടെ പാത്രത്തിൽ തലേന്നത്തേതായി അവശേഷിച്ചിരുന്ന അങ്ങയുടെ പ്രസാദമായിട്ടുള്ള കദളീഫലവും പായസവും കഴിച്ചിട്ട് ഭുക്ത്വാ സലീലാമഥ പഠന്തി, അതിനുശേഷം ചെറിയ ലീലകളാടിക്കൊണ്ട് അവർ അങ്ങേക്ക് സുപ്രഭാതത്തെ പാടുന്നു. അല്ലയോ ശേഷാദ്രിശേഖരവിഭോ, അവിടത്തേക്ക് സുപ്രഭാതം. 9ാമത്തെ ശ്ലോകം. തന്ത്രീപ്രകർഷമധുരസ്വനയാ വിപഞ്ച്യ ഗായത്യനന്തചരിതം തവ നാരദോപി ഭാഷാസമഗ്രം അസകൃത്കരചാരുരമ്യം ശേഷാദ്രിശേഖരവിഭോ തവ സുപ്രഭാതം. നാരദഃ അപി, നാരദൻ പോലും തന്ത്രീപ്രകർഷ മധുരസ്വനയാ വിപഞ്ച്യ, തൻ്റെ വിപഞ്ചികയിൽ തൻ്റെ വീണയിൽ തന്ത്രികൾ മീട്ടിക്കൊണ്ട് അങ്ങയുടെ അനന്തമായ ചരിതത്തെ ഗായതി പാടുന്നു. അതും ഭാഷാസമഗ്രം അസകൃത്കരചാരുരമ്യം, അവിടത്തേക്ക് ആ നാരദൻ അറിയാവുന്ന മുഴുവൻ ഭാഷാ പാണ്ഡിത്യവും ഉപയോഗിച്ചുകൊണ്ടും തൻ്റെ രമ്യങ്ങളായിട്ടുള്ള കൈകളെ ആട്ടിക്കൊണ്ട് താളം പിടിച്ചുകൊണ്ടുമാണ് അങ്ങയുടെ ഈ ചരിത്രവർണ്ണന നടത്തുന്നത്. ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം, അല്ലയോ ശേഷാദ്രിനാഥനായിട്ടുള്ള പ്രഭോ, അവിടത്തേക്ക് സുപ്രഭാതം. ഇവിടെ ഈ പുലരിയിൽ നാരദൻ പോലും, ഇത്രയും പണ്ഡിതനായിട്ടുള്ള നാരദൻ പോലും അങ്ങയുടെ അനന്തമായ ചരിതത്തെ ചൊല്ലിക്കൊണ്ട് അങ്ങ് ഉണരുവാനായി കാത്തിരിക്കുന്നു എന്ന് അർത്ഥം. 10ാമത്തെ ശ്ലോകം. ഭ്രംഗാവലീച മകരന്ദരസാനുവിദ്ധഃ ഝങ്കാരഗീതനിനദൈ സഹ സേവനായ നിർയാത്യുപാന്തസരസീ കമലോദരേഭ്യഃ ശേഷാദ്രിശേഖരവിഭോ തവ സുപ്രഭാതം. നിർയാത്യുപാന്തസരസീ കമലോദരേഭ്യഃ, അങ്ങയുടെ ശ്രീകോവിലിന് സമീപമായിട്ടുള്ള സരസിൽ നിന്നുള്ള ആ കമലങ്ങളിൽ ഇരുന്നു കൊണ്ട് മകരന്ദരസാനുവിദ്ധ, തേനിൻ്റെ രസത്തെ നുകർന്ന് ഊർജസ്വലരായിട്ടുള്ള ഭൃംഗാവലി വണ്ടിൻ കൂട്ടം, ഝങ്കാര ഗീത നിനദൈ സഹ, അവയുടെ ഗംഭീര്യത്തെ ആർന്നിട്ടുള്ള മൂളൽ കൊണ്ട് ഓംകാര ഉച്ചരണത്തിന് തുല്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങയെ സേവിച്ച് അങ്ങ് ഉണരുവാനായി കാത്തിരിക്കുന്നു. അല്ലയോ ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം, അല്ലയോ ശേഷാദ്രിനാഥനായിട്ടുള്ള പ്രഭോ, അവിടത്തേക്ക് സുപ്രഭാതം. 11ാമത്തെ ശ്ലോകം. യോഷാഗണേന വരദധ്രി വിമധ്യമാനേ ഘോഷാലയേഷു ദധിമന്ധന തീവ്രഘോഷാഃ രോഷാസ്കലിം വിദധത്തെ കകുഭശ്ച കുംഭാഃ ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. യോഷാഗണേന വരദധ്രി വിമധ്യമാനേ, യോഷാഗണങ്ങൾ, സ്ത്രീജനങ്ങൾ ഇവിടെ അതിരാവിലെ ഏറ്റവും നല്ല തൈര് വരദധ്നി, അതിനെ മഥനം ചെയ്യുകയാണ്, അതിനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഘോഷാലയേഷു ദധിമന്ധന തീവ്രഘോഷാഃ, അതിൻ്റെ തീവ്രമായിട്ടുള്ള നാദം ഓരോ വീടുകളിൽ നിന്നും ഘോഷമായിട്ട് വളരെ ഉച്ചത്തിൽ തന്നെ കേൾക്കുവാനായി സാധിക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോഴാകട്ടെ തോന്നുന്നത് ഇപ്രകാരമാണ്. രോഷാത് കലിം വിദധതേ കകുഭശ്ച കുംഭാഃ, കുംഭവും കുടവും കട പോലും കൂടി തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് മികച്ച തൈരിനെ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഈ വീടുകളിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ശബ്ദം. ശേഷാദ്രി ശേഖര വിഭോ തവ സുപ്രഭാതം, അല്ലയോ ശേഷാദ്രിനാഥനായിട്ടുള്ള പ്രഭോ, ഇങ്ങനെയുള്ള ഒരു പുലരിയിലേക്ക് അങ്ങേക്ക് സുപ്രഭാതം. 12ാമത്തെ ശ്ലോകം. പത്മേശമിത്ര ശതപത്രഗതാളിവർഗാഃ ഹർത്തും ശ്രിയം കുവലയസ്യ നിജാംഗലക്ഷ്മ്യാ ഭേരീനിനാദമിവ ബിഭ്രതി തീവ്രനാദം ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. അല്ലയോ പത്മേശ ശതപത്രഗതാളിവർഗാഃ, 1000 ഇതളുകളുള്ള ഒരു താമരയിൽ അതിൻ്റെ ഉള്ളിലായി ഇരിക്കുന്ന താളിവർഗങ്ങളാകുന്ന മണ്ണും കൂട്ടങ്ങൾ ഭേരീനിനാദമിവ തീവ്രനാദം ബിഭ്രതി,
ഒരു ഭീരീ ശബ്ദം പോലെ തീവ്രമായിട്ടുള്ള ശബ്ദത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹർത്തും ശ്രിയം കുവലയസ്യ, ഒരു നീല ആമ്പൽപ്പൂവിന്, കുവലയത്തിന് എപ്രകാരമാണോ അതിൻ്റെ നീല നിറം ഉള്ളത്, അതേപോലെ അങ്ങയുടെ അംഗങ്ങളിലുള്ള ഐശ്വര്യത്തെ, ആ നീല നിറത്തെ മുഴുവനായി മാറ്റുന്ന രീതിയിലാണ് അത്രയും ഉച്ചത്തിലങ്ങ് ഈ വണ്ടിൻ കൂട്ടം ഇതേപോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം, അല്ലയോ ശേഷാദ്രിനാഥനായിട്ടുള്ള പ്രഭോ, ഈ വണ്ടിൻ കൂട്ടം പുറപ്പെടുവിക്കുന്ന ഓംകാരത്തിന് സമാനമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അങ്ങേക്ക് സുപ്രഭാതം. 13-ാമത്തെ ശ്ലോകം. ശ്രീമൻ അഭീഷ്ടവരദാഖില ലോകബന്ധോ ശ്രീ ശ്രീനിവാസ ജഗദേകദയൈക സിന്ധോ ശ്രീദേവതാഗ്രഹ ഭുജാന്തര ദിവ്യമൂർത്തേ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ശ്രീമൻ ഐശ്വര്യത്തോടു കൂടിയവനെ, ലക്ഷ്മീദേവിയോട് കൂടിയവനെ, അഭീഷ്ടവരദാഖില എല്ലാ അഭീഷ്ടങ്ങളും ഭക്തന്മാർക്ക് നൽകുന്നവനെ, ലോകബന്ധോ ലോകത്തിൻ്റെ ബന്ധുവായിട്ടുള്ളവനെ, ശ്രീ ശ്രീനിവാസ ഐശ്വര്യം ആരിലാണോ നിവസിക്കുന്നത് അങ്ങനെയുള്ള പ്രഭോ, ജഗദേകദയൈക സിന്ധോ ദയാകാരുണ്യവാരിധേ, ശ്രീദേവതാഗ്രഹ ഭുജാന്തര ദിവ്യമൂർത്തേ, അങ്ങയുടെ ഭുജാന്തരം അല്ലെങ്കിൽ ഹൃദയപ്രദേശം ശ്രീദേവതയായിട്ടുള്ള ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മീദേവിയുടെ ഗൃഹമായിട്ടും ഐശ്വര്യദേവത അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുമൊക്കെ പറയപ്പെടുന്ന ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ പ്രഭോ അവിടത്തേക്ക് സുപ്രഭാതം. 14-ാമത്തെ ശ്ലോകം. ശ്രീസ്വാമി പുഷ്കരിണികാപ്ലവ നിർമ്മലാംഗാഃ ശ്രേയോർധിനോ ഹരവിരിഞ്ച സനന്ദനാദ്യാഃ ദ്വാരേ വസന്തി വരവേത്രഹതോത്തമാംഗാഃ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ശ്രീസ്വാമി, അല്ലയോ ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ളവനെ, പുഷ്കരിണികാപ്ലവ നിർമ്മലാംഗാഃ അങ്ങയുടെ ഈ 7 മലകളാകുന്ന അങ്ങയുടെ ഈ വാസസ്ഥാനത്തുള്ള പുഷ്കരിണിക എന്ന പേരിലുള്ള ആ തീർത്ഥത്തിൽ മുങ്ങി നിർമ്മലാംഗന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മലമായ അംഗങ്ങളോടെ ശരീരശുദ്ധി വരുത്തിയിട്ടുള്ള ശ്രേയോർധിനോ ശ്രീയുടെ അർത്ഥിതരായിട്ടുള്ള അല്ലെങ്കിൽ ഐശ്വര്യത്തെ ഇച്ഛിക്കുന്ന ഹരനും വിരിഞ്ചനും പരമേശ്വരനും ബ്രഹ്മദേവനും സനന്ദനൻ തുടങ്ങിയ മറ്റ് മഹർഷിമാരും ദ്വാരേ വസന്തി വരവേത്രഹതോത്തമാംഗാഃ അങ്ങയുടെ ശ്രീകോവിലിന് മുന്നിലായി ഇതാ അങ്ങ് ഉണരുവാനായി കാത്തിരിക്കുന്നു. അതും അങ്ങയുടെ ദ്വാരപാലകന്മാരാൽ തടയപ്പെട്ട് ഇതാ അങ്ങ് ഉണരുവാനായി അവരെല്ലാവരും ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. അടുത്ത ശ്ലോകം. ശ്രീ ശേഷശൈല ഗരുഡാചല വെങ്കടാദ്രി നാരായണാദ്രി വൃഷഭാദ്രി വൃഷാദ്രി മുഖ്യാം ആഖ്യാം ത്വദീയ വസതേരനിശം വദന്തി ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. ഇനി ഈ വെങ്കടാചലപതിയായിട്ടുള്ള പ്രഭു നിവസിക്കുന്ന ആ തിരുപ്പതിയിലുള്ള 7 മലകളെ പറ്റിയാണ് പറയുന്നത്. ശേഷാദ്രി, ഗരുഡാദ്രി, വെങ്കടാദ്രി, നാരായണാദ്രി, വൃഷഭാദ്രി, വൃഷാദ്രി എന്നിവയാണ് അങ്ങയുടെ ഭക്തരാൽ പറയപ്പെടുന്ന ആ മലകൾ. ദേവാപരാശിവ സുരേശകൃശാനുധർമ്മ രക്ഷോംബുനാഥ പവമാന ധനാദിനാഥാഃ ബദ്ധാഞ്ജലി പ്രവിലസൻ നിജ ശീർഷദേശാഃ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ഇവിടെ അഷ്ടദിക്പാലകന്മാരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സേവാപരന്മാരായിട്ടുള്ള അങ്ങയെ സേവിക്കുവാനായി ഇച്ഛിക്കുന്ന ശിവൻ, സുരേശനായിട്ടുള്ള ഇന്ദ്രൻ, കൃഷാനു അഥവാ അഗ്നിദേവൻ, ധർമ്മൻ യമധർമ്മൻ, രക്ഷ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിരുതിയാണ്. അതേപോലെ അംബുനാഥൻ ജലത്തിൻ്റെ നാഥനായിട്ടുള്ള വരുണൻ, കുബേരൻ ധനാദിനാഥനായിട്ടുള്ള കുബേരൻ, പവമാനൻ ചന്ദ്രൻ, ഇവരെല്ലാവരും അങ്ങയെ സേവിക്കുവാനായി തൽപരരായി ഇവിടെ നിൽക്കുന്നു. അതും ബദ്ധാഞ്ജലികളായിട്ട് അല്ലെങ്കിൽ കൈകൾ കൂപ്പിക്കൊണ്ട് അങ്ങയുടെ ശീർഷദേശത്തിലാണ് ഇവർ നിൽക്കുന്നത്. അങ്ങ് എപ്പോഴാണോ ഉണരുന്നത് എന്നത് നോക്കിയാണ് അവരുടെ നിൽപ്പ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. 17-ാമത്തെ ശ്ലോകം.
ധാടേഷു തേ വിഹഗരാജ മൃഗാധിരാജ നാഗാധിരാജ ഗജരാജ ഹയാധിരാജാഃ സ്വസ്വാധികാരമഹിമാധികമർത്ഥയന്തെ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. തേ ധാടീഷു അങ്ങയുടെ വാഹനങ്ങളിൽ വിഹഗരാജനായിട്ടുള്ള പക്ഷികളുടെ രാജാവായിട്ടുള്ള ഗരുഡൻ, മൃഗാധിരാജനായിട്ടുള്ള സിംഹം, നാഗന്മാരുടെ അധിപനായിട്ടുള്ള ആദിശേഷൻ, ഗജങ്ങളുടെ രാജാവായിട്ടുള്ള ഐരാവതം, ഹയങ്ങളുടെ കുതിരകളുടെ അധിപതിയായിട്ടുള്ള ഉച്ചശ്രവസ് എന്നിവരെല്ലാവരും അങ്ങയെ സേവിച്ചുകൊണ്ട് സ്വാധികാരം മഹിമാധികം അർത്ഥയന്തെ, അങ്ങയെ സേവിക്കുക എന്നുള്ള അവരുടെ എല്ലാം അധികാരം അത് ചെയ്തുകൊണ്ട് സ്വയം മാഹാത്മ്യമുള്ളവരായി, അതിനെ അർത്ഥിക്കുന്നവരായി, അതിനെ ആഗ്രഹിക്കുന്നവരായി നിൽക്കുകയാണ് അവരെല്ലാവരും. അതായത് ഇവർക്ക് എല്ലാവർക്കും അങ്ങയെ സേവിച്ചുകൊണ്ട് സ്വന്തം മാഹാത്മ്യം ഇനിയും വീണ്ടും കൂട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ വാഹനങ്ങളെല്ലാം ഇവിടെ അങ്ങയെ സേവിക്കുവാനായി നിൽക്കുന്നത്. ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. 18ാമത്തെ ശ്ലോകം. സൂര്യേന്ദു ഭൗമ ബുധവാക്പതി കാവ്യസൗരി സ്വർഭാനുകേതു ദിവിഷത് പരിഷത് പ്രധാനാഃ ത്വദ്ദാസദാസ ചരമാവധിദാസദാസാഃ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ഇവിടെ നവഗ്രഹങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൂര്യൻ, ഇന്ദു അതായത് ചന്ദ്രൻ, ഭൗമൻ ചൊവ്വ, ബുധൻ, വാക്പതിയായിട്ടുള്ള ബൃഹസ്പതി, കാവ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുക്രനെയാണ്, സൗരി ആയിട്ടുള്ള അല്ലെങ്കിൽ സൂര്യൻ്റെ പുത്രൻ ആയിട്ട് പറയപ്പെടുന്ന ശനി, സ്വർഭാനു രാഹു, അതേപോലെ കേതു തുടങ്ങിയവർ ദിവിഷത് പരിഷത് പ്രധാനാഹ, അവർ ദിവിഷത്തായിട്ടുള്ള അല്ലെങ്കിൽ ദിവത്തിൽ സ്വർഗത്തിൽ താമസിക്കുന്ന ദേവതകളുടെ പരിഷത് പ്രധാനാഹ, അവരുടെ കൂട്ടത്തിലെ തന്നെ പ്രധാനികളാണ് ഈ നവഗ്രഹങ്ങൾ. അവർ ത്വദ്ദാസദാസാഹ, അല്ലയോ പ്രഭു അങ്ങയുടെ യഥാർത്ഥരായിട്ടുള്ള ഭക്തന്മാരുടെ ദാസരായി ഇരിക്കാൻ താല്പര്യമുള്ളവരാണ്. അതിലൂടെയും അങ്ങയെ സേവിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുവാനായിട്ട് അതിനുവേണ്ടി അർത്ഥിക്കുന്നവരാണ് ഇവരെല്ലാം. ചരമാവധിദാസദാസാഹ, അങ്ങയെ സേവിക്കുവാനായിട്ട് ഏറ്റവും അവസാനം വരെയും ആ ഭക്തന്മാർ, ഒരു ഭക്തൻ പോലും ഇല്ലാതെയിരിക്കുന്ന അവസ്ഥയിൽ വരെയും, അതായത് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവുകയില്ല. അങ്ങയുടെ ഭക്തന്മാരുടെ അനന്തതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും അവർ അങ്ങയെ സേവിക്കുവാനായിട്ട് തൽപരരാണ്. അതിനുവേണ്ടി അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രഭാതത്തിലേക്കും അല്ലയോ ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അങ്ങേക്ക് സുപ്രഭാതം. 19ാമത്തെ ശ്ലോകം. ത്വത് പാദധൂളി സ്ഫുരിതോത്തമാംഗാഃ സ്വർഗാപവർഗ നിരപേക്ഷ നിജാന്തരംഗാഃ കൽപാഗമാകലനയാ കുലതാം ലഭന്തെ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ത്വത് പാദധൂളി ഭരിത സ്ഫുരിതോത്തമാംഗാഃ, അങ്ങയുടെ പാദപത്മങ്ങളിൽ നിന്നും പതിച്ച മൺതരികൾ, അങ്ങയുടെ സന്നിധാനത്തിലുള്ള ആ മൺതരികൾ ഭരിത സ്ഫുരിതോത്തമാംഗാഃ, ഭക്തർ അവരുടെ ശിരസിലേറ്റിയിരിക്കുന്നു. അങ്ങയുടെ ദിവ്യത്വം കൊണ്ട് ആ മൺതരികൾ പോലും സ്ഫുരിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. സ്വർഗാപവർഗ നിരപേക്ഷ നിജ അന്തരംഗാഃ, അങ്ങയുടെ ഭക്തന്മാരെല്ലാം അങ്ങയുടെ സന്നിധിയിൽ വന്നിട്ട് സ്വർഗത്തിനും അതേപോലെ അപവർഗം അഥവാ മോക്ഷത്തിനും കൊതിക്കുന്നവരായിട്ടുള്ള ഈ ഭക്തന്മാർ അങ്ങയുടെ സന്നിധിയിൽ വന്നിട്ട് സ്വർഗവും മോക്ഷവും ഇതുതന്നെയാണ് എന്നുള്ള മനസ്ഥിതിയോട് കൂടിയവരായി ആനന്ദഭരിതോത്തമരായിട്ട് മാറിയിരിക്കുന്നു. കൽപാഗമാശ്ച കലനയാ ആകുലതാം ലഭന്തെ, എന്നാൽ കൽപ്പാകല അഥവാ സമയത്തെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ആ ഒരു സമയത്ത്, കൽപ്പാഗമത്തിൽ കൽപ്പം പൂർണ്ണമാകുന്ന ആ അവസരത്തിൽ, പ്രളയത്തിൽ ഇവയെല്ലാം നഷ്ടമാകുമല്ലോ എന്നോർത്തിട്ട് അവരെല്ലാം ആകുലചിത്തന്മാരായിരിക്കുന്നു. അല്ലയോ പ്രഭോ, അങ്ങ് ഉണർന്നിട്ട് അവരെയെല്ലാം ആശ്വസിപ്പിച്ചാലും. ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് നമസ്കാരം, സുപ്രഭാതം. 20ാമത്തെ ശ്ലോകം. ത്വദ്ഗോപുരാഗ്രശിഖരാണി നിരീക്ഷമാണാഃ
സ്വർഗാപവർഗപദവീം പരമാംശ്രയന്തഃ മർത്യാ മനുഷ്യഭുവനെ മതിമാശ്രയന്തെ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. സ്വർഗാപവർഗപദവീം പരമാംശ്രയന്തഃ, അതായത് സ്വർഗം, ഇനി അതുമല്ലെങ്കിൽ മോക്ഷം എന്നിവയെ പരമമായിട്ടുള്ള പദവികളായി കണ്ടിരുന്ന മനുഷ്യാഹ, മനുഷ്യഭുവനെ മതിമാശ്രയന്തി, മതിയെ, സ്വന്തം ബുദ്ധിയെ മാത്രം അവലംബമാക്കിക്കൊണ്ട് വസിക്കുന്ന ഈ മനുഷ്യർ ഈ മനുഷ്യലോകത്തിൽ ത്വത് ഗോപുരാഗ്രശിഖരാണി നിരീക്ഷമാണാഹ, അങ്ങയുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുര ശിഖരങ്ങൾ കണ്ടിട്ട് അവയെല്ലാം തങ്ങൾക്ക് ലഭിച്ചതായി കണക്കാക്കുന്നു. അവർ എന്തിനെയാണോ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി കണക്കാക്കിയിരുന്നത്, അതിനെ ഇവിടെ ഈ മനുഷ്യലോകത്തിൽ തന്നെ അവർക്ക് ലഭിച്ചു എന്നാണ് അവരെല്ലാവരും തന്നെ കരുതുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി അല്ലയോ പ്രഭു ശ്രീ വെങ്കടാചലപതേ അങ്ങ് ഉണർന്നാലും അങ്ങേക്ക് സുപ്രഭാതം. 21 ശ്ലോകം. ശ്രീ ഭൂമിനായക ദയാതി ഗുണാമൃതാബ്ധേ ദേവാധിദേവ ജഗദേക ശരണ്യമൂർത്തേ ശ്രീമൻ അനന്തഗരുഡാധിവിരർച്ചിതാംഘ്രേ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ശ്രീ ഭൂമിനായക, ശ്രീയുടെയും ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും നായകനായിട്ടുള്ളവനെ, ദയാതി ഗുണാമൃതാബ്ദേ, ദയാതി ഗുണങ്ങൾ നിറഞ്ഞ സമുദ്രമാകുന്നവനെ, ദേവാധിദേവ, എല്ലാ ദേവന്മാരുടെയും അധിദേവനാകുന്നവനെ, ജഗദേക ശരണ്യമൂർത്തേ, ഈ ലോകത്തിനാകമാനം ആശ്രയമായിട്ടുള്ള രൂപമേ, ശ്രീമൻ അനന്ത ഗരുഡാധിപിരർച്ചിതാംഘ്രേ, ശ്രീമൻ അതായത് ശ്രീയുടെ ഐശ്വര്യത്തിൻ്റെ വാസസ്ഥലമായിട്ടുള്ളവനെ, അനന്തനും ഗരുഡനും അർച്ചിക്കുന്ന അംഘദ്വയങ്ങളോട് പാദദ്വയങ്ങളോട് കൂടിയവനെ, ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. 22 ശ്ലോകം. ശ്രീ പത്മനാഭ പുരുഷോത്തമ വാസുദേവ വൈകുണ്ഠമാധവ ജനാർദ്ദന ചക്രപാണേ ശ്രീവത്സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. അല്ലയോ പത്മനാഭ, പത്മം നാഭിയിലുള്ളവനെ, പുരുഷോത്തമ ഉത്തമ പുരുഷനായിട്ടുള്ളവനെ, വാസുദേവ വസുദേവരുടെ പുത്രനായിട്ടുള്ളവനെ, വൈകുണ്ഠ വൈകുണ്ഠത്തിൻ്റെ നാഥനായിട്ടുള്ളവനെ, മാധവ ജനാർദ്ദന ദുഷ്ടരായിട്ടുള്ളവരെ നശിപ്പിക്കുന്നവനെ, ചക്രപാണേ സുദർശനം കൈയിലേന്തിയിട്ടുള്ളവനെ, ശ്രീവത്സചിഹ്ന ശ്രീവത്സമെന്ന മറുക് ധരിച്ചിട്ടുള്ളവനെ, ശരണാഗത പാരിജാത അങ്ങയെ ആശ്രയം പ്രാപിക്കുന്നവർക്കെല്ലാവർക്കും അഭീഷ്ടങ്ങളും നൽകുന്നവനെ, അങ്ങനെയുള്ള പാരിജാതമാകുന്നവനെ, ശ്രീ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. 23 ശ്ലോകം. കന്ദർപ്പദർപ്പഹരസുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാംബൂരുഹ കുട്മളലോലദൃഷ്ടേ കല്യാണ നിർമ്മല ഗുണാകര ദിവ്യകീർത്തേ ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പനാകുന്ന കാമദേവന്റെ അഹങ്കാരത്തെ, ദർപ്പത്തെ ഹരിച്ചവനെ, തീർത്തവനെ, സുന്ദര ദിവ്യമൂർത്തി, അതും തൻ്റെ സുന്ദരമായിട്ടുള്ള ദിവ്യരൂപത്തോടെ, ആ ദിവ്യമാകുന്ന ആ രൂപത്താൽ കാമദേവന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചവനെ, കാന്താകുജാംബൂരു കുട്മള ലോലദൃഷ്ടേ, തൻ്റെ ലോലമായിട്ടുള്ള ദൃഷ്ടിയാൽ താമരമൊട്ടുപോലെ സുന്ദരമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ലക്ഷ്മീ ദേവിയെ ആകർഷിക്കുന്നവനെ, കല്യാണ നിർമ്മല ഗുണാകര, കല്യാണം മംഗളം തുടങ്ങിയ ഗുണങ്ങളെല്ലാം ചെയ്യുന്നവനെ, ദിവ്യകീർത്തെ ദിവ്യമായിട്ടുള്ള കീർത്തിയോടു കൂടിയവനെ, ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. അടുത്ത ശ്ലോകം. നീലാകൃതേ കമഠകോല നിസൃംഹവർണിൻ സ്വാമിൻ പരശ്വഥ തപോധന രാമചന്ദ്ര ശേഷാംശരാമ യദുനന്ദന കൽക്കിരൂപ ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. ഇവിടെ ഭഗവാന്റെ 10 അവതാരങ്ങളെയുമാണ് പറഞ്ഞിട്ടുള്ളത്. നീലാകൃതേ മത്സ്യത്തിൻ്റെ രൂപത്തിലും, കമഠം കൂർമ്മത്തിൻ്റെ രൂപത്തിലും, കോലം വരാഹത്തിൻ്റെ രൂപത്തിലും, നരസിംഹത്തിൻ്റെ രൂപത്തിലും, പരശ്വധനായിട്ടുള്ള പരശു ധരിച്ചിട്ടുള്ള പരശുരാമൻ്റെ രൂപത്തിലും, തപോധനായിട്ടുള്ള വാമനൻ്റെ രൂപത്തിലും, രാമചന്ദ്രൻ്റെ രൂപത്തിലും, ശേഷാംശമായിട്ടുള്ള ബലരാമൻ്റെ രൂപത്തിലും, യദുനന്ദനായ കൃഷ്ണൻ്റെ രൂപത്തിലും, ഒപ്പം കൽക്കിയുടെ രൂപത്തിലുമൊക്കെ വർണ്ണിക്കപ്പെടുന്ന അല്ലയോ പ്രഭോ
ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അവിടത്തേക്ക് സുപ്രഭാതം. 25-ാമത്തെ ശ്ലോകം. ഏലാലവംഗ ഘനസാര സുഗന്ധിതീർത്ഥ ദിവ്യം വിയത്സരിതി ഹേമഘടേഷു പൂർണ്ണം ധൃത്വാദ്യ വൈദികശിഖാമണയ പ്രഹൃഷ്ടാഃ തിഷ്ഠന്തി വെങ്കടപതേ തവ സുപ്രഭാതം. അദ്യ പ്രഹൃഷ്ടാഃ വൈദികശിഖാമണയഃ. ഇന്ന് ഈ പ്രഭാതത്തിലാകട്ടെ ഉത്തമരായിട്ടുള്ള വൈദികരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. ഹേമഘടേഷു പൂർണ്ണം ദിവ്യം വിയത്സരതി. സ്വർണ്ണക്കുടങ്ങളിലെല്ലാം അവർ ദിവ്യസരസായിട്ടുള്ള ആകാശഗംഗയിലെ ജലം, ഒപ്പം ഏല അല്ലെങ്കിൽ ഏലയ്ക്ക, ലവംഗം, ഗ്രാമ്പു, അതേപോലെ ഘനസാരം, കർപ്പൂരം തുടങ്ങിയ സുഗന്ധം തുളുമ്പുന്ന വസ്തുക്കളാൽ തീർത്ഥമാക്കപ്പെട്ടിട്ടുള്ള ജലവുമായിട്ട് അങ്ങേ അഭിഷേകം ചെയ്യുവാനായി ഇതാ അങ്ങ് ഉണരുവാനായി ഇവിടെ കാത്തിരിക്കുന്നു. വെങ്കടപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തേക്ക് സുപ്രഭാതം. അടുത്ത ശ്ലോകം. ഭാസ്വാനുദേതി വികചാനി സരോഹാണി സംപൂരയന്തി നിരതേ കകുഭോ വിഹംഗാഃ ശ്രീവൈഷ്ണവാ സതതമർദ്ദിതമംഗലാസ്തേ ധാമാശ്രയന്തി തവ വെങ്കട സുപ്രഭാതം. ഭാസ്വാൻ ഉദേതി വികചാനി സരോരുഹാണി. ഭാനു, സൂര്യൻ ഉദിച്ചിരിക്കുന്നു, ഒപ്പം സരോരുഹങ്ങളും താമരകളുമെല്ലാം വിരിഞ്ഞിരിക്കുന്നു. സംപൂരയന്തി നിരതേ കകുഭോ വിഹംഗാഃ. കകുഭത്തെ അല്ലെങ്കിൽ അന്തരീക്ഷത്തെ മുഴുവൻ വിഹംഗങ്ങൾ, പക്ഷികൾ അവരുടെ കുറുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ശ്രീ വൈഷ്ണവാഃ, അങ്ങയുടെ ഭക്തരായിട്ടുള്ളവരെല്ലാവരും അർദ്ധിതം മംഗലാഃ, എപ്പോഴും മംഗളത്തെ ആഗ്രഹിക്കുന്നവരാണ്. അവര് തേ ധാമാശ്രയന്തി, അവരും അങ്ങ് ഉണരുവാനായി ഇതാ ഇവിടെ ഈ സന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുന്നു. വെങ്കടപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടാചലപതേ അവിടത്തെ സുപ്രഭാതം. അടുത്ത ശ്ലോകം. ബ്രഹ്മാദയ സുരവരാ സമഹർഷയസ്തേ സന്തത്സനന്ദന സമുഖാസ്തവധ യോഗിവർയാഃ ധാമാന്തികേ തവ ഹി മംഗളവസ്തുഹസ്താഃ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ബ്രഹ്മാദയ, ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവന്മാരും, ഒപ്പം മഹർഷിമാരും, ഒപ്പം സനന്ദനമുഖാസ്തവധ, സനന്ദനം തുടങ്ങിയ മറ്റ് യോഗിവർയാഹ, യോഗിവര്യന്മാരും തവ ഹി ധാമാന്തികെ അങ്ങയുടെ ഈ സന്നിധാനത്ത് മംഗളവസ്തുഹസ്താഹാസൻ, മംഗളവസ്തുക്കളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അല്ലയോ വെങ്കടപതേ അങ്ങേക്ക് സുപ്രഭാതം. അടുത്ത ശ്ലോകം. ലക്ഷ്മീനിവാസ നിരവധി ഗുണൈകസിന്ധോ സംസാരസാഗര സമുത്പരണൈകസേതോ വേദാന്തവേദ്യ നിജവൈഭവഭക്തഭോഗ്യ ശ്രീവെങ്കടാചലപതേ തവ സുപ്രഭാതം. ലക്ഷ്മീനിവാസ, ലക്ഷ്മീദേവിയുടെ നിവാസസ്ഥാനവും നിരവധി ഗുണൈകസിന്ധോ, നിരവധി ഗുണങ്ങളാൽ നിറഞ്ഞവനും സംസാരസാഗര സമുത്തരണൈകസേതോ, ഈ സംസാരസാഗരമാകുന്ന ജനമരണങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുവാനായിട്ടുള്ള ഒരേയൊരു മാർഗമായി ഒരു സേതുവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നവനുമായിട്ടുള്ള അല്ലയോ പ്രഭു, വേദാന്തവേദ്യ, ഉപനിഷത്തുക്കളിലൂടെ മാത്രം അറിയുവാനായി സാധിക്കുന്ന പ്രഭോ, നിജവൈഭവഭക്തഭോഗ്യ, സ്വന്തം ഭക്തന്മാരാൽ സന്തോഷിപ്പിക്കപ്പെടുന്നവനുമായിട്ടുള്ള ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം, അവിടത്തേക്ക് സുപ്രഭാതം. അവസാനമായി ഫലശ്രുതിയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇദ്ധം വൃഷാചലപതേരിഹ സുപ്രഭാതം യേ മാനവാഃ പ്രതിദിനം പഠിതും പ്രവൃത്താഃ തേഷാം പ്രഭാതസമയ സ്മൃതിരംഗഭാജാഃ പ്രജ്ഞാം പരാർദ്ധസുലഭാം പരമാം പ്രസൂതേ. ഇദ്ധം വൃഷാചലപതേരിഹ സുപ്രഭാതം, ഇപ്രകാരമുള്ള വൃഷാചലപതിയായിട്ടുള്ള വെങ്കടേശ്വരൻ്റെ ഈ സുപ്രഭാതം യേ മാനവാഃ പ്രതിദിനം പ്രഭാതസമയേ പഠിതും പ്രവൃത്താഃ, ഏതൊരു മനുഷ്യനാണോ എല്ലാ ദിവസവും പ്രഭാത സമയത്ത് ഇത് ചൊല്ലുന്നത്, തേഷാം സ്മൃതിരംഗഭാജാഃ പ്രജ്ഞാം പരാർത്ഥസുലഭാം പരമാം പ്രസൂതേ, അതായത് ഇത് ചൊല്ലുമ്പോൾ മനസ്സും ശരീരവും അങ്ങയുടെ ഭക്തിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സുപ്രഭാത ഗീതം ചൊല്ലുന്നവർക്ക് പരമമായിട്ടുള്ള മറ്റൊന്നിനെ അല്ലെങ്കിൽ മോക്ഷത്തെ എളുപ്പത്തിൽ കിട്ടുവാൻ വേണ്ടുന്ന ഒരു ബുദ്ധിവൈഭവം ഉണ്ടായിത്തീരുന്നു എന്നതാണ്
ഈ വെങ്കടേശ്വര സുപ്രഭാതത്തിൻ്റെ ഫലശ്രുതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം സമാപ്തം.